എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 25-ാം തീയതി വൈകുന്നേരത്തിനകം അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ അല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാം. അതായത് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് അക്ഷരമായിരിക്കും. അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെയുള്ള ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ വരുന്നത് ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നിർത്തി അവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അവിടെ കൃത്യമായിട്ട് എന്താണോ നിങ്ങൾ കാണുന്നത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിലും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവിടെ റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകളിലെ നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 25-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാവുന്നതായിരിക്കുമെന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിലവിൽ ഇൻസ്ട്രക്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 25/6/2025 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. അല്ലാതെ പക്ഷം അത്തരം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യുന്നതായിരിക്കുമെന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പ്രസ്തുത കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് അടയ്ക്കേണ്ട ഫീസ്, അതായത് അധിക ഫീസ് മാത്രം അടച്ചാൽ മതി. അതുപോലെ ഒരേ കോഴ്സിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ചവർ ആണെങ്കിൽ നിലവിൽ പ്രവേശനം നേടിയ അതേ കോഴ്സിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെ മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടയ്ക്കേണ്ടതാണ്. പുതിയ സ്കൂളിൽ മറ്റൊരു കോഴ്സിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റൊരു കോഴ്സിൽ പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ ഫീസ് ഒഴികെയുള്ള മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടയ്ക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ കോഴ്സുകളായിട്ടുള്ള ഫീൽഡ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടിംഗ് പെരിഫറൽസ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അതുപോലെ തന്നെ വെബ് ഡെവലപ്പർ, അതുപോലെ ഈ ഒരു കോഴ്സുകളിൽ പുതുതായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ അഡീഷണൽ സ്പെഷ്യൽ ഫീസ് ആയിട്ടുള്ള 100 രൂപ പുതുതായിട്ട് പ്രവേശനം നേടുന്ന സ്കൂളിൽ അധികമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു ജൂൺ 25-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.